ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു ടോപ്പിക്ക് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ നമ്മുടെ ഉള്ളിലും ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് ലോ ക്ലാസ് മൈൻഡ് സെറ്റ് അഥവാ നിലവാരം കുറഞ്ഞ ചിന്താഗതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് ഈ നിലവാരം കുറഞ്ഞ ചിന്താഗതി എന്നുള്ളത്? നമ്മുടെ ഈ ഒരു മാറി വരുന്ന സമൂഹത്തിൽ നമ്മുടെ ഉള്ളിലാണെങ്കിലും ചില ചിന്താഗതികൾ നമ്മളൊരു പക്ഷേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കും നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്കും അത് അറിഞ്ഞോ അറിയാതെ ബാധിക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പറഞ്ഞ തരം താഴ്ന്ന അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ ചിന്താഗതി, വിച്ച് ഇസ് കോൾഡ് ആസ് ലോ ക്ലാസ് മൈൻഡ് സെറ്റ്. ഈ ലോ ക്ലാസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാം സാമ്പത്തികമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളുമല്ല. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ചിന്താഗതിയെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ നിലവാരം കുറഞ്ഞ ചിന്താഗതി ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഫീച്ചേഴ്സ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യമാണ്, അതായത് ഈ ലോ ക്ലാസ് ചിന്താഗതി ഉള്ളവരിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ബ്ലെയിമിങ് അതേഴ്സ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ പഴിചാരുക എന്നുള്ളത്. ഞാൻ ചെറിയൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഒരു വിദ്യാർത്ഥി ആയിരിക്കെ ഒരു സ്റ്റുഡൻറ്റ് പറയുകയാണ്, ഞാൻ തോറ്റതിന് കാരണം കറണ്ട് ഇല്ലായിരുന്നു, കറണ്ട് കട്ടായിരുന്നു വീട്ടിൽ, അല്ലെങ്കിൽ എനിക്ക് ഉയർന്ന മാർക്ക് കിട്ടാത്തതിൻ്റെ കാരണം ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പഠിപ്പിച്ച ടീച്ചർ നല്ലതല്ല അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊരു വളരെ എന്താ പറയുക ലളിതമായി പറഞ്ഞു തരാവുന്നൊരു എക്സാമ്പിളാണ് ഓഫ് എ ലോ ക്ലാസ് മൈൻഡ് സെറ്റ്. ഇനി അതല്ല, നിങ്ങളൊരു അഡൾട്ടാണ്, നിങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ പറയാണ് കമ്പനി അത്ര പോരാ അതുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ എന്നെ കമ്പനിക്ക് ഇഷ്ടമല്ല, എൻ്റെ സുപ്പീരിയർ എന്നെ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഉയർച്ച വരാത്തത് ആ കമ്പനിയിൽ എന്ന് നമ്മൾ പറഞ്ഞ് നടക്കുകയും എന്നാൽ നമ്മൾ സ്വയം നമ്മുടെ ഉയർച്ചയ്ക്കായിട്ട് എന്തെങ്കിലും ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു നിലവാരം കുറഞ്ഞ ചിന്താഗതിയുടെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. പറഞ്ഞു വരുന്നത്, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യത്തെയാണ് ഇത്തരക്കാർ ബ്ലെയിം ചെയ്യുക, അല്ലാതെ എന്നിൽ എന്താണ് കുറവ് എന്നുള്ള ഒരു കാര്യം അവർ ചിന്തിക്കില്ല. അത് ശരിയല്ല, ഇത് ശരിയല്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിനെയാണ് ഒരു ബ്ലെയിമിങ് മെൻറ്റാലിറ്റി, പഴിചാരുന്ന ഒരു മെൻറ്റാലിറ്റി. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് എവിടെയോ ഒരു ലോ ക്ലാസ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത പോയിൻ്റാണ് ഒരു വിക്ടിം മെൻറ്റാലിറ്റി. വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇരവാദം എന്ന് പറയും. അതായത് നമ്മളെ സ്വയം എന്താ പറയുക, എനിക്ക് വന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിപ്പോയി, ഞാൻ എല്ലാത്തിൻ്റെയും ഒരു ബൈ പ്രൊഡക്റ്റ് ആയിപ്പോയി എന്ന് നമ്മൾ സ്വയം പഴിചാരിക്കൊണ്ടിരിക്കുക. അതായത് എൻ്റെ യോഗമാണിത്, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, എൻ്റെ വിധിയാണ്, നിങ്ങൾക്കിതൊക്കെ കിട്ടി പക്ഷെ എനിക്കിതൊന്നും കിട്ടില്ല, കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, എൻ്റെ ജീവിതം അങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെയെല്ലാം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി ഇരിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിനെയാണ് പറയുക ഇരവാദം എന്നുള്ളത്. ഇത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു മധ്യവയസ്കരായിട്ടുള്ള വ്യക്തികളിലായിരിക്കും. അതായത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ, അമ്മമാരിലൊക്കെ ഇത് കൂടുതലായി കാണാം. അതായത് എനിക്ക് ജോലി കിട്ടിയില്ല, എനിക്ക് ഇപ്പം എന്നാൽ ജോലിക്ക് പൊക്കൂടെ എന്ന് പറയുമ്പോൾ അവർ പറയില്ല, എനിക്കത് സാധിക്കില്ല, നിങ്ങൾക്കത് പറ്റും പക്ഷെ എനിക്കത് പറ്റില്ല, ഞാൻ അത്ര മിടുക്കിയല്ല, എനിക്ക് നിങ്ങളുടെ അത്ര കഴിവില്ല, അത് നിങ്ങൾക്ക് ദൈവം തന്ന കഴിവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യണത്, എനിക്കത് സാധിക്കില്ല എന്നിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തും. നമ്മളവരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാം, അവരെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് ശ്രമിച്ചാലും അവർ ഈ ഇരവാദം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അന്ന് ശ്രമിക്കേണ്ടായിരുന്നു, അന്ന് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പം എനിക്ക് പറ്റില്ല, ഞാൻ ഇങ്ങനെയായിപ്പോയി അങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞ് ഒരുപാട് അവർ സ്വയം ഇരയാവുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇരവാദം എന്ന് പറയുക, വിക്ടിംഹുഡ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഇല്ല, ലാക്ക് ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അതായത് സ്വയം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലേ. ഇപ്പോൾ പല പോയിന്റുകളും നമുക്ക് വളരെയധികം യോജിച്ച് പോകുന്ന പോലെ തോന്നാം. അപ്പോൾ ബ്ലെയിമിങ് അതേഴ്സ് എന്ന് പറയുന്നത് എന്താ, സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത ഒരാളാണ്. അവരിങ്ങനെ മറ്റുള്ളവരെ ഞാനിതിൻ്റെ ഒരു ഇരയായി മാറി, എനിക്ക് ഇനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ അതിന് പകരം
പേഴ്സണലായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ലേ. അതായത് ഇത് എൻ്റെ ജീവിതമാണ്, എനിക്കിത് മാറ്റണം, എൻ്റെ സാഹചര്യം ഇതാണ്, ഇപ്പോൾ എനിക്കൊരു ബെറ്റർ സാഹചര്യം ഉണ്ട്, ഞാൻ എന്നാൽ അത് എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കുക. അങ്ങനത്തെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഡിസിഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല. ഇത് പേഴ്സണലായിട്ട് റെസ്പോൺസിബിലിറ്റി അവരെടുക്കില്ല. ഈ പറഞ്ഞ മാതിരി അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അവരിയ്ക്കും. എന്നല്ലാതെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, എന്നാൽ ആ മിസ്റ്റേക്ക് ഞാൻ മാറ്റാം എന്നൊരു കാര്യം അവർ ഏറ്റെടുക്കില്ല. ഇത്തരക്കാരെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അവരെ എന്തെങ്കിലും നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല. ഉടനെ തന്നെ അവരത് വലിയൊരു ഡ്രാമയാക്കി മാറ്റും. അതായത് നിനക്കറിയില്ല, ഞാൻ ഇത്രയും അനുഭവിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, എന്നിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നു, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കി എന്ന് വരാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ മാതിരി ലാക്ക് ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആ ഒരു മനോഭാവം അവരിലൊരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അടുത്താണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റം വരുത്താനുള്ള അവരുടെ ഒരു ബുദ്ധിമുട്ട്. അതായത് എന്തെങ്കിലും അവരുടെ ഒരു ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ പോലും അവരതിനെ സമ്മതിക്കില്ല. അതായത് ഇത്രയും കാലം ജോലിയില്ല, എന്നാൽ നന്നായി പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം, എന്നാൽ ഇനി ജോലിക്ക് പോകും, ഇങ്ങനൊരു ജോലി ഉണ്ട്, നിങ്ങൾ പോകും, എനിക്ക് ഈ വയസ്സിലേക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്കെന്നാൽ ഡ്രൈവിങ്ങിന് പോയാലോ, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോയാലോ, അല്ലെങ്കിൽ നമുക്കൊന്ന് ഡാൻസിങ്ങിന് പോയാലോ എന്ന് ചോദിച്ചാലും ഇത്തരക്കാർ എനിക്കതിനൊക്കെ പ്രായം പോയി, എനിക്കതിനൊന്നും പറ്റില്ല, എനിക്കതിനൊന്നും സാധിക്കില്ല, എൻ്റെ അവസ്ഥ ഇതാണ്, നല്ല പ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ചു കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, അതായത് ഒരു ചേഞ്ചിന് അവർ തയ്യാറല്ല. ഇത് ടെക്നോളജിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരക്കാർക്ക് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നാൽ ഞാൻ തന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം. ഇങ്ങനത്തെ യാതൊരു കാര്യങ്ങളും അവർ ചെയ്യില്ല. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് ചിലരൊക്കെ കാണാൻ പറ്റും 40-50 വയസ്സാണെങ്കിലും അവർ ആ പ്രായത്തിൽ അവർക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത പല കാര്യങ്ങളും അവർ അച്ചീവ് ചെയ്യുന്നതായിട്ട്. അതായത് അവർ ചിലപ്പോൾ സുംബ കളിക്കാൻ പോകും, ഡാൻസ് കളിക്കാൻ പോകും, ഭരതനാട്യം കോച്ചിങ്ങിന് പോകും, മ്യൂസിക് ക്ലാസ്സിന് പോകുന്നത് കാണാം, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കും, മാരത്തോൺ ഓടുന്നു, അല്ലെങ്കിൽ ആ പ്രായത്തിലായിരിക്കും ചിലപ്പോൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നത്, ലോറി പഠിക്കുന്നത്, മോട്ടോർ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അത്തരത്തിലുള്ളൊരു ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള ലോ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരും. അവർക്ക് ഒന്നിനും തയ്യാറല്ല. അവർ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ഓർത്ത് അതിൽ പഴിചാരി വിധിയെ പറഞ്ഞ് ഇങ്ങനെ അവരുടെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ തന്നെ അവർ ഇരുന്നു പോകും. അതാണ് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത. ഇനി ഇതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് അടുത്തൊരു പോയിന്റ്, വിച്ച് ഇസ് റെസിസ്റ്റൻസ് ടു പ്രോഗ്രസ്. അതായത് നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്താണെങ്കിലും കാലം ഇങ്ങനെ മാറിപ്പോകുന്നവരും പുതിയ പുതിയ കാര്യങ്ങൾ വരും, പുതിയ പുതിയ ചിന്താ വീക്ഷണങ്ങൾ സമൂഹത്തിൽ രൂപീകരിക്കപ്പെടും, അത് ആൾക്കാർ സ്വീകരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരക്കാർക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം. അതായത് ഇപ്പോൾ LGBTQIA കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡേഴ്സ്, ഇത്തരക്കാരോടൊക്കെ ഇവർക്ക് വല്ലാത്തൊരു വെറുപ്പോ അല്ലെങ്കിൽ അവരെ ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്തൊരു മനസ്ഥിതിയായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വായിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് ഈ സംഗതി, ഞാനൊന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതറിയാവുന്ന ആൾക്കാരുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വായന ഡെവലപ്പ് ചെയ്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് അങ്ങനെയൊന്നുമുള്ളൊരു അറ്റംപ്റ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അതായത് യാഥാസ്ഥിതികമായി നമ്മൾ കണ്ടുവരുന്ന ചിന്തകളെ മുറുകെ പിടിച്ച് അത് മാത്രമാണ് ശരി, അതിനപ്പുറം എല്ലാം തെറ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇങ്ങനത്തെ പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അയ്യേ ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ, ഇതൊക്കെ സ്വീകരിക്കാൻ വല്ലാത്തൊരു മടുപ്പ് നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനും അറിയാനും എവിടെയോ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ചിന്താഗതി ഒരിക്കലും നല്ലതല്ല. കാരണം എന്താ പറയുക, ഇത് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ഒക്കെ ഇത് സംഭവിക്കാം. ഇതെല്ലാം വളരെ നാച്ചുറലായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിവ് ആർജിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതിനെതിരെ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ തന്നെ ചോദ്യം ചെയ്യണം. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ രേണു സുധി അദ്ദേഹത്തിൻ്റെ വിധവ ആളുടെ കാര്യം. അതായത് പല രീതിയിലാണ് ക്രിറ്റിസിസംസ് വരുന്നത്. എന്തിനാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അവർ അഭിനയിക്കണേ, അവരുടെ മുഖം കണ്ടില്ലേ, മേക്കപ്പ് കണ്ടില്ലേ, എന്ത് തോന്നിയാസാണ് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് രേണു സുധിയുടെ കാര്യം എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് ഭരണഘടനാപരമായി ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അവരുടെ സ്വാതന്ത്ര്യത്തിനും ഇഷ്ടത്തിനും ജീവിക്കാം. അവർ തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം. അപ്പോൾ
ഈ പറഞ്ഞ വ്യക്തി അവരുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി അവർ കണ്ടെത്തുന്നൊരു മാർഗ്ഗമാണത്. അത് ഏറ്റവും മാന്യമായി തന്നെയാണ് അവർ ചെയ്യുന്നത്. അവരെ ഒരു മയക്കുമരുന്ന് വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷനോ സാമൂഹിക വിരുദ്ധതയുള്ള എന്തെങ്കിലും ഒരു കാര്യമോ ഒരു കലാപാഹ്വാനോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് മോശമായി ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുറ്റം പറയുക അങ്ങനെ യാതൊന്നും ഈ പറഞ്ഞ വ്യക്തി ചെയ്യുന്നില്ല. പക്ഷേ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല അല്ലേ? നമുക്കതൊക്കെ ഭയങ്കര ഒരു തെറ്റായിട്ടാണ് തോന്നുന്നത്. ഒരു വിധവയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? എന്തിനവരങ്ങനെ ചെയ്യണം? അവരെന്തിനീ വക വേഷം ധരിക്കണം? എന്തിനിങ്ങനെ ഡ്രസ്സ് ഇടണം? എന്തിനിങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വല്ലാതെ ചൊടിക്കുന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റിനെയാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല അത്. ഒരു വിധവയായി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഒരാളും ചെയ്ത് നമ്മൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കില്ല. രണ്ട്, നമ്മളാലോചിക്കും എനിക്കിവിടെ ഒരു ചെറിയ മാറ്റം പോലും ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നില്ല, പക്ഷെ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അതാണ് ഈ ഒരു ദേശരൂപേണ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ള എൻ്റെ ചിന്തയിലുള്ള ഒരു നിലവാര തകർച്ചയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവരാനുള്ളത്. ഒരു ലോ ക്ലാസ് മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളത്. നമുക്കൊരു സമൂഹത്തെ മാറ്റാനോ നമുക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് ഏറ്റവും മിനിമമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എൻ്റെ ചിന്തയെ എനിക്ക് മാറ്റാം. അത് കുറച്ചും കൂടി പോസിറ്റീവും മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്നതും അതിലൂടെ എനിക്കും ഒരു ശാന്തത വരുത്തുന്നൊരു കാര്യമായി മാറ്റാനേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു ടോപ്പിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.